നമസ്കാരം, ഞാൻ അരുൺ സുധാകർ. ലോക സിനിമയിലൂടെ എന്ന നമ്മുടെ പരമ്പരയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ ഈ 5ാം എപ്പിസോഡ് വളരെ പ്രത്യേകതകളുള്ളതാണ്. കാരണം നമ്മുടെ കലാ സാംസ്കാരിക പൊതുരംഗത്തുള്ള പ്രമുഖരും അവർ കണ്ട ലോക സിനിമകളും അവരുടെ ചിന്തകളും ആശയങ്ങളും വിശേഷങ്ങളുമാണ് നമ്മൾ ഇതിലൂടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നത്. സാംസ്കാരിക കേരളത്തിൻ്റെ നൈർമാല്യവും കർണാട്ടിക് സംഗീതജ്ഞനുമായ ശ്രീ കാവാലം ശ്രീകുമാർ സാറിനെയാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. ലോക സിനിമയിലൂടെ എന്ന പരമ്പരയുടെ പുതിയ പതിപ്പായ ഞാൻ കണ്ട ലോക സിനിമ എന്ന പുതിയ എപ്പിസോഡിലേക്ക് നമ്മുടെ സാംസ്കാരിക കേരളത്തിൻ്റെ സംഗീതജ്ഞനും ഗാനരചയിതാവും പ്ലേബാക്ക് സിംഗറുമായ ശ്രീ കാവാലം സാറിനെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം സാർ. സാർ, നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ലോക ഫിലിം ക്ലാസിക്കുകളെ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്കും ഇപ്പോൾ മൺമറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല കലാരൂപങ്ങളും. അതിൻ്റെ ഭാഗമായിട്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക, ആ പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ ഈ എളിയ പരമ്പരയുടെ ലക്ഷ്യം. നമ്മുടെ ഈ പുതിയ സംരംഭത്തിലേക്ക് ഈ തിരക്കുള്ള സംഗീത ജീവിതത്തിനിടയിൽ താങ്കളൊരു സമയം കണ്ടെത്തി വന്നതിന് വളരെ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. സാറിൻ്റെ സംഗീത വഴികൾ തികച്ചും യാദർച്ഛികമല്ല, ദൈവികമാണ്, പാരമ്പര്യമാണ് എന്ന് പറയുകയാണെങ്കിൽ സാറിൻ്റെ അഭിപ്രായം എന്താണ്? വളരെ ശരിയാണ്. കാരണം ഇതൊക്കെ ഒരു നിയോഗമാണല്ലോ. സംഗീതം ഒരു വ്യക്തിക്ക് സംഗീത കഴിവുണ്ടാകുക, അല്പമെങ്കിലും പാടാൻ കഴിവുണ്ടാകുക എന്നതൊരു ഈശ്വര നിയോഗം. കഴിവില്ലാത്തവരായിട്ട് ആരും ജനിക്കുന്നില്ല. അപ്പോൾ സംഗീതത്തിൽ പ്രത്യേകിച്ചൊരു കഴിവുണ്ടാകുക എന്ന് വെച്ചാൽ അത് വലിയൊരു വരദാനം തന്നെയായിട്ടാണ് പറയപ്പെടുന്നത്. കാരണം ഇത് പലപ്പോഴും നമുക്ക് വന്ന് ഭവിക്കേണ്ട കാര്യമാണ്. പറഞ്ഞു കൊടുക്കാൻ ഒരു ജന്മത്തിൽ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും അതിന് മുമ്പേ കിട്ടേണ്ട ഒരു കാര്യമാണ്. പിന്നെ പറഞ്ഞു കൊടുത്തിട്ട് ഒന്നും ചാനലൈസ് ചെയ്യാമെന്നല്ലാണ്ട് അങ്ങനത്തെ ഒരു കാര്യമാണ് കലകളെല്ലാം തന്നെ, പ്രത്യേകിച്ച് സംഗീതം. കാരണം അത് പലരും സംഗീതം പാടുന്നവർ പലരും ഉണ്ട്. പക്ഷെ അവർ ആ ഒരു മുഴുമ ഉണ്ടാകണമെങ്കിൽ അത് വരദാനം തന്നെ, ഈശ്വരൻ തന്നെ വിചാരിക്കണം. നമ്മളതിനെ കൊണ്ട് നടക്കണം. താലോലിച്ച് കൈ വെള്ളയിൽ ഇങ്ങനെ ഇട്ട് കൊണ്ട് നടന്നാലേ അത് എന്തെങ്കിലും ഒരു പരുവമാകാൻ പറ്റുള്ളൂ. ഒരു ബിൽഡിനായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ അത് ബേസിക്കായിട്ട് സാധനം വേണം, ഉണ്ടായിരിക്കണം. അതിനെ നമ്മൾ പരിപോഷിപ്പിക്കണം. ചിലർക്ക് അതോടുകൂടി ഇങ്ങനെ വരാറുണ്ട്. കാരണം പലരും അങ്ങനെ കേട്ടില്ല. ഇപ്പോൾ ബാലമുരളി സാറ് 8 വയസ്സിൽ കച്ചേരി നടത്തിയ ആളാണ്. അദ്ദേഹത്തിന് ഇത് എവിടെ നിന്ന് കിട്ടി? 8 വയസ്സിൽ എവിടെ നിന്ന് കിട്ടാനാ? ചില കുട്ടികൾ ഇവിടെ 8 വയസ്സിൽ 6 വയസ്സിലൊക്കെ പാടുന്നത് കണ്ടിട്ടില്ല ചില ചാനലിലൊക്കെ. അവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? സോ ഇതാരും പഠിപ്പിക്കാൻ പറ്റില്ല. വന്ന് ഭവിക്കുന്ന കാര്യം നമ്മളൊരു ബാങ്ക് ബാലൻസ് എന്നൊക്കെ പറയും. നമ്മുടെ പുണ്യത്തിൻ്റെയോ ഒക്കെ ഒരു ബാങ്ക് ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സിദ്ധിയായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റുള്ളൂ. അതിൽ എന്ത് ശാസ്ത്രീയത ജീനിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ശരി, അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. ശാസ്ത്രീയമായിട്ട് അതിന് പല കാരണങ്ങളും പറയുമായിരിക്കാം. അപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമുക്കത് അറിയാം, നമുക്കത് അനുഭവിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ വരും എങ്ങനെയുള്ളതെന്നുള്ളത് നമുക്ക് അതിനൊരു എഴുതി വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ശാസ്ത്രീയമായിട്ടൊന്നും പറയാൻ പറ്റാത്ത കാര്യമാണ്. അതാണ് സംഗീതം എന്ന് പറയുന്നത് കാര്യം. സാറിൻ്റെ ജീവിതത്തിൽ സാറ് ശരിക്കും ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ 2 നൂറ്റാണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു സംഗീതജ്ഞനാണ്. 2 നൂറ്റാണ്ടിൻ്റെ. അപ്പോൾ സാറിന് ഈ 2 കാലഘട്ടങ്ങളെ ഡീവിയേറ്റ് ചെയ്ത് കാണാനുള്ള എന്തായാലും കണ്ടിട്ടുണ്ട്. അപ്പോൾ സാറിന് ഈ കാലഘട്ടങ്ങൾ തമ്മിലുള്ള ഒരു അന്തരം ഒന്ന് പറഞ്ഞുതരാൻ സാധിക്കും? അന്നൊക്കെ പിന്നെ നമ്മൾ ഈ സംഗീതം എന്ന് പറയുന്നത് ഞാൻ വീക്ഷിക്കുന്നത് ശുദ്ധമായ സംഗീതമാണ്. ഒരിക്കലും സിനിമാ സംഗീതമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അങ്ങനെ ഒരു സംഗീതത്തെപ്പറ്റി പണ്ട് കാലത്ത് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോൾ അടുത്ത ഒരു സിനിമ എന്ന സാധനം അതിന് ശേഷം വന്നതാണല്ലോ ഈ സിനിമാ സംഗീതം എന്ന് പറയുന്നത്. അതിന് മുമ്പുള്ള ശുദ്ധമായ സംഗീതം അല്ലെങ്കിൽ വളരെ അപരിഷ്കൃതമായോ ഒക്കെ ആയിട്ടുള്ള ഒരു സംഗീതം ഉണ്ടാകുമല്ലോ, നാടൻ പാട്ടുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് രൂപപ്പെട്ട് വരുന്ന പല കാര്യങ്ങൾ, പല കൈവഴികൾ നമ്മുടെ സംഗീതത്തിലുണ്ടായിരുന്നു. നാട്ടു വഴികളുണ്ടായിരുന്നു, നാട്ടു താളങ്ങളുണ്ടായിരുന്നു, ഇല്ലേ? അപ്പോൾ അതിൽ നിന്നൊക്കെ രൂപപ്പെട്ട് അതിൻ്റെ ഒരു എന്താ പറയണ്ട, അതിൻ്റെയൊക്കെ ഒരു സത്ത എടുത്തിട്ട് ആണ് പിൽക്കാലത്ത് നമ്മൾ സിനിമ വഴിയിലും അല്ലെങ്കിൽ ലളിത സംഗീതം എന്നുള്ള ഒരു വിഭാഗത്തിൽ ഇതിൻ്റെ അതുപോലെ ശാഖ വന്നത്. പിന്നീടാണല്ലോ സിനിമാ സംഗീതം വന്നത്.
സാറ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ എം ജി രാധാകൃഷ്ണൻ സാറ്, അതെ, സാറുമായിട്ട് ചേർന്ന് അച്ഛനുമായിട്ട് ചേർന്ന് ഒരുപാട് എൻ്റെ അച്ഛനുമായിട്ട് ചേർന്ന് ഒത്തിരി പാട്ടുകൾ. അതിന് മുന്നേ അല്ല, അതിനു മുമ്പിൽ ഞാൻ എഴുതിയിട്ടില്ല. ഞാൻ ആദ്യം സൂചിപ്പിച്ച എഴുത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഞാനല്ല, എൻ്റെ അച്ഛനാണ്. ഞാൻ എഴുതില്ല, ഞാൻ പാടുക മാത്രമേ ഉള്ളൂ. അത് ആദ്യം ഒന്നുകൂടെ പറയട്ടെ. കേട്ടപ്പോൾ ഞാനത് പറയണമെന്ന് വിചാരിച്ചു. പലരും ഇങ്ങനെ പറയാറുണ്ട്. കാരണം കാവാലം എന്നുള്ളൊരു പേര് കാണുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും. ഇത് എഴുത്തുകാരൻ. അതെ, ഞാൻ എഴുത്തുകാരനേ അല്ല. എഴുതണമെന്ന് ആഗ്രഹമുണ്ട്. ലെജൻഡറി ലിറിസ്റ്റ് അദ്ദേഹം നാരായണ പണിക്കർ. നാരായണ പണിക്കർ സാർ എഴുതിയ പാട്ടുകളെ ഇന്ന് പുതിയ തലമുറയിലെ പലരും കവർ എന്ന രീതിയിൽ കൊണ്ട് ആഘോഷിക്കുന്ന പാട്ടുകളും ഉണ്ട്. അതെ അതെ, അത് മാത്രം പല ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സും ഡയറക്ടേഴ്സും കമ്പോസ് ചെയ്ത് മുമ്പ് വച്ചിട്ടുള്ളവയാണ്, എം ജി രാധാകൃഷ്ണൻ സാർ ഉൾപ്പെടെയുള്ള. അതെ അതെ, അതാണ് ഇപ്പോഴത്തെ ഈ രണ്ട് തലമുറയിൽ, അല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ നൂറ്റാണ്ടിലെയും ഈ നൂറ്റാണ്ടിലെയും ഒക്കെ ചോദിച്ചു. അതിന് ഒരു സംഗീതത്തിന്, ശുദ്ധമായ സംഗീതത്തിന് ചില എന്താ പറയുക, ചില ബാണികൾ, ചില രീതികൾ, ഇന്ന രീതി. പണ്ടത്തെ ഇപ്പം ശമാങ്കുടി അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേരിൽ, അവരുടെ പേരിലാണ് ആ ഒരു ശൈലികൾ അറിയപ്പെട്ടിരുന്നത്. ഒരു വ്യക്തി, അതെ, ആ ഒരു ശൈലി. ഇപ്പം പിന്നെ ബാലമുരളി സാറ് അതിനെ പിൽക്കാലത്ത് ഇതെല്ലാം ചേർത്തിട്ട് അതിനെ നവീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലി എന്താ 3.5 സ്ഥായി, 3.5 ഒക്ടേവ് റേഞ്ചുള്ള, അതിൽ കൂടുതൽ റേഞ്ചുള്ള ഒരു ക്ലാസിക്കൽ ഗായകനാണ് ബാലമുരളി സാറ്. അതുപോലൊരു ഗായകനെ ഞാൻ ഇന്നുവരെ ഈ ക്ലാസിക്കൽ സംഗീത ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. GNP ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും ഒരു പക്ഷേ ശബ്ദ സൗകുമാര്യത്തിലും അതിനെ നിയന്ത്രിക്കുന്നതിലുമൊക്കെ, കാരണം ഇത് ആവശ്യമാണ്. ജനങ്ങൾക്ക് ശബ്ദം മാത്രം മതി അല്ലേ? അവർക്ക് ചിലപ്പം അതിനെപ്പറ്റി അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ ചിലപ്പോൾ സാധിച്ചിരിക്കില്ല. അപ്പോൾ സാധാരണക്കാർക്ക് അതിൻ്റെ എന്താ പറയേണ്ട ഒരു അതിർവരമ്പിൽ നിൽക്കുന്ന സംഗീതത്തിൻ്റെ അതിർവരമ്പിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ശബ്ദ സൗകുമാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ദാസേട്ടനെ ഇഷ്ടപ്പെടുന്നത് അല്ലേ? നമ്മൾ ഇവരുടെ ഒന്നും സംഗീതത്തിൻ്റെ എന്താ പറയേണ്ട ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലേണ്ട ആവശ്യമില്ല. സംഗീതത്തിൻ്റെ ആ ശബ്ദം മാത്രം, ശബ്ദ സൗകുമാര്യം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി, ആസ്വദിച്ചാൽ മതി. അതിലൂടെ നമുക്ക് അതിൽ പിടിച്ച് കയറാൻ പറ്റും എന്ന് പറഞ്ഞ പോലെയാണ് ബാലമുരളി സാറൊക്കെയാണ് ശബ്ദ സൗകുമാര്യം കൊണ്ട് ക്ലാസിക്കൽ സംഗീതത്തിൽ ഒരു പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ച വ്യക്തിയാണ്. നമുക്കതിനെ ഈ കേൾവിക്കാരനിലേക്ക് ഒരു അനുഭൂതി പകരുന്ന മറ്റു പല സംഗീതത്തിനും അത് കുറവാണ് എന്ന് ഞാൻ പറയും. കാരണം അതിനകത്ത് ശാസ്ത്രീയത കൂടുതലുണ്ട്, ടെക്നിക്കാലിറ്റീസ് കൂടുതലുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഒത്തിണങ്ങിയ ഒരു സംഗീത ശൈലി എന്ന് പറയുന്നത് ബാലമുരളി സാറിൻ്റെ മാത്രമേ ഉള്ളൂ. സാർ അതുപോലെ ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ചേർന്നൊരു കുളവും വേണം. ചോദിക്കാൻ പോകുന്നത് അച്ഛൻ്റെ പാട്ടാണെന്നായിരിക്കും. പക്ഷെ അത് അച്ഛൻ്റെ പാട്ടല്ല. അച്ഛനും ഇത് കിട്ടിയൊരു പാട്ടാണ്. പണ്ട് കാലത്ത് ഉള്ളൊരു പാട്ടാണ്. ഏതാണ്ട് 100 വർഷം എങ്കിലും പഴക്കം കാണും. അതിൻ്റെ എഴുതിയ ആരാന്നൊക്കെ ഇപ്പോൾ അടുത്ത കാലത്ത് ചില വിവാദം വന്നപ്പോൾ അത് പറഞ്ഞു തരും. അതിന് റിസർച്ച് തന്നെ വേണ്ടി വന്നു. ആരൊക്കെ അത് കണ്ടുപിടിച്ചു പറഞ്ഞു. പക്ഷേ ഇത് എഴുതിയതല്ല, ആരെഴുതിയെന്നുള്ളതല്ല. പണ്ട് കാലത്ത് ഈ നാടൻ പാട്ടുകൾ ആരെഴുതിയെന്നുള്ള അല്ല പ്രസക്തം. വായ്മൊഴിയായിട്ട് കിട്ടുന്ന സാധനമാണ്. അവർക്കിത് പിന്നെ ഇത് ആര് എഴുതിയെന്നും അറിയപ്പെടണമെന്നും ആഗ്രഹമില്ലാത്ത വ്യക്തികളാണ്. അപ്പോൾ അവരുടെ കല അവരെഴുതുന്നു. അവർക്ക് കല മാത്രമല്ല, ഇത് എഴുതിപ്പോയതാണ്. അവർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വളരെ ലളിതമായിട്ട് അവർ എഴുതിപ്പോയ ഒരു കാര്യമാണ്. അത് ജനങ്ങൾക്കത് ഏറ്റുപാടാനുള്ള, ഇതിപ്പോൾ ഈണം സഹിതമായിരിക്കും അന്ന് ഇത് വന്നിരിക്കുന്നത്. ആ ഈണം സഹിതം അത് നമുക്ക് പകർന്നു കിട്ടി. ആനന്ദഭൈരവി എന്നുള്ളൊരു തനി കേരളീയമായൊരു ശൈലിയിൽ, ആനന്ദഭൈരവി എല്ലാത്തിലും ഉണ്ട്, കർണാടക സംഗീതത്തിലുണ്ട്. അപ്പോൾ അത് വളരെ കേരളീയമായ ഒരു ഛായ കൂടിയുണ്ട് ആ രാഗത്തിന്. അതുകൊണ്ട് അതൊക്കെ വളരെ ലളിതമായിട്ടുള്ള ആ പാട്ട് നമുക്ക് കിട്ടി. സാർ, അത് നമ്മളുടെ തനതായ സംഗീതധാരകൾ എന്തൊക്കെയാണെന്നൊന്ന് നമ്മുടെ ഈ തലമുറയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാറൊന്ന് പറഞ്ഞു തന്നാൽ നല്ലതായിരിക്കും. തനത് എന്ന വാക്ക് മാത്രമേ കേരളീയമായിട്ടുള്ളൂ. നമ്മൾ കർണാടിക് എന്ന് പറയുന്നത് നമ്മൾ അതെ അത് പ്രിസർവ്ഡ് ആണ്, അത് വെൽ പ്രിസർവ്ഡ് ആണ്, വെൽ ഡോക്യുമെൻറ്റഡ് ആണ് കർണാട്ടിക് എന്ന സാധനം. പക്ഷേ ഡോക്യുമെൻറ്റഡ് അല്ലാത്ത പല കൈവഴികളുണ്ട്, നാടൻ അതൊന്നും ഡോക്യുമെൻറ്റഡ് അല്ല. അതിന് ഡോക്യുമെൻ്റ് ചെയ്യാൻ പറ്റില്ല, അതിന് നൊട്ടേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ ചില
ഗായകരുടെ പാട്ട് കേട്ടില്ല. നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ പിന്നെ കലാഭവൻ മണിയുടെ പാട്ട് കേട്ടില്ലേ? അത് ഒരു സംഗീതം പഠിച്ചാൽ അങ്ങനെ പാടാൻ പറ്റില്ല. സ്റ്റേജ് കാരണം ഒരു വൈബാണ്, അത് വൈബാണ്. സംഗീതം പഠിച്ചൊരു ക്ലാസിക്കൽ പഠിച്ചൊരാൾക്ക് അങ്ങനെ ഒരു ഫോക്ക് പാടാൻ സാധിക്കില്ല. പറ്റില്ല എന്നല്ല, സാധിക്കത്തേ ഇല്ല. പ്രത്യേക ഒരു എനർജി പാക്ക് ആണ് ഇതിന് റൊട്ടേറ്റ് ചെയ്ത് ഇന്ന സ്വരം എന്ന് പറയാനൊന്നും പറ്റില്ല. ഇത് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സംഗീതമാണ്, അത് പഠിപ്പിക്കാനും പറ്റില്ല. അതുകൊണ്ടാണ് അത് നൊട്ടേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇത് പ്രിസർവ് ചെയ്യപ്പെടേണ്ട പല സംഗീത വഴികൾ നമുക്കുണ്ടായിരുന്നു, നാടൻ വഴികൾ. അത് പ്രത്യേകിച്ച് സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അന്നന്ന് ഈ എവിടെയെങ്കിലും എന്താണ് വയൽ പണിക്കോ അല്ലെ കൊട്ട നെയ്യുന്ന ആ പണിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ധാരാളം അവരുടേതായിട്ടുള്ള താളസ്വരൂപങ്ങൾ ഓരോ കമ്മ്യൂണിറ്റിക്കും ഉണ്ടായിരുന്നു. അവരുടെ നിത്യജീവനത്തിലുള്ള തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അതെ പടർന്നു കിടക്കും. അതെ, അവരിൽ കുറച്ചുകൂടെ ശാസ്ത്രീയമായിട്ട് താളങ്ങൾ കുറച്ചുകൂടെ അവർക്കുണ്ടായിരുന്നു. ആ ബന്ധപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ പാടിപ്പോയ പാട്ടുകളാണ്. പക്ഷെ താളങ്ങളിപ്പോൾ ഗണപതി താളമോ അല്ലെങ്കിൽ ലക്ഷ്മി താളമോ എന്നൊക്കെ പറയുന്ന ആ താളസ്വരൂപങ്ങൾ പല രീതിയിൽ ഇവരിലെല്ലാം പ്രചരിച്ചിരുന്നു. ഇവരുടെ കൂടെ എല്ലാം ജീവനത്തിൽ കൂടെ തന്നെ അവർക്ക് കിട്ടിയെന്നുള്ളതാണ്. അല്ല, അതിൽ സാഹിത്യ ബേസ്ഡ് ആണ് ജീവനത്തിൽ കൂടെ അവർ പാടിപ്പോകുന്ന കാര്യങ്ങൾ. അതല്ലാണ്ട് കുറച്ചുകൂടെ ശാസ്ത്രീയമായി ഇപ്പോൾ ഉടുക്ക് വായിക്കുന്നത്, അല്ലെങ്കിൽ ഇടയ്ക്കാതെ പോട്ടെ, ഉടുക്ക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഫോക്ക് ഇതാണല്ലോ. അതിൽ നിന്ന് വന്നാണ് ഇടയ്ക്കെങ്കിലും ഉടുക്ക് പൊട്ടുമ്പോഴുള്ള ആ അതിൻ്റെ ചൊല്ലുണ്ടല്ലോ, ആ ചൊല്ല്. പിന്നെ നന്ദുണി. ഇപ്പം നമ്മൾ ഇവിടെ ഈ അമ്പലങ്ങൾ ഇപ്പോഴും നമ്മൾ ഈ പിന്നെ മുടിപ്പരകളിലൊക്കെ കേൾക്കാറുണ്ട് നന്ദുണി പാട്ട്. എന്ന് വെച്ചാൽ മറ്റേ ഒരു ഉത്സവം തുടങ്ങി കഴിഞ്ഞാൽ 7 ദിവസവും ഒക്കെ 9 ദിവസമൊക്കെ വില്ലടിച്ചാൻ പാട്ടൊന്നുമില്ല, ഇത് നന്ദുണി പാട്ടെന്ന് പറയും. കളംപാട്ട്, ഇതെല്ലാം ഒരേ വകഭേദമാണ്. കളംപാട്ടെന്ന് അവിടെ പറയും, നന്ദുണി എന്ന് കൊട്ടി ഇവിടെ പാടും. അതെ, അങ്ങനെ അതുകൊണ്ട് കളത്തിൻ്റെ മുമ്പിലും ഉണ്ട്. അതെ, ഇതെല്ലാം നാഗൻ പാട്ട്, ഇത് നാഗർ പാട്ടല്ലേ, അതെല്ലാം ആ സംസ്കാരങ്ങൾ ഒന്നൊരു ഇൻ്റർ റിലേറ്റഡ് സംസ്കാരമാണത്. അതെല്ലാം പോയി എന്നുള്ളതാണ്, നാനാവശേഷമായി എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സങ്കടം. കാരണം ഇത് പിൽക്കാലത്ത് ഇത് തുടർന്നുകൊണ്ട് പോകാനായിട്ട് അടുത്ത തലമുറയ്ക്ക് താല്പര്യമില്ല. ഒരു കുറച്ചുകൂടെ അർബനൈസ് എന്താ പറഞ്ഞൊരു മോഡേണൈസ്ഡ് ആയിട്ട് നാട്ടിലേക്ക് വരണം, നാട്ടിൽ ജോലി കിട്ടണം എന്നുള്ളൊരു താഴ്ന്നില്ല. കാരണം ഇതിൻ്റെ പ്രിസർവ് ചെയ്ത് അതിൻ്റെ ലാവണങ്ങളിൽ പ്രിസർവ് ചെയ്ത് വെക്കാനായിട്ട് നമ്മുടെ അധികാരികളാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിൽ സംസ്കാരത്തെ നമ്മൾ സൂക്ഷിക്കണമെന്ന് താല്പര്യമുള്ള, അതിനൊരു നൈരന്തര്യമുണ്ട്, തുടർച്ച വേണം. ഒരാളൊരു കൂട്ടർ വന്ന് ഓള് ചിലപ്പോൾ ഒരു നല്ല മിനിസ്റ്റർ കാണും, പിന്നെ അതങ്ങ് പോവും. ഇപ്പോൾ സംസ്കാരത്തെ എപ്പോഴും അതിന് തുടർച്ച വേണം. അത് സംരക്ഷിക്കുന്നതിലൊരു തുടർച്ച എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. അതിന് ചില അക്കാഡമികൾ ഉണ്ടായിരുന്നു. അതും നമ്മളൊരു പണ്ട് കാലത്ത് അച്ഛനൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു. സ്കൂളിൽ പല സ്ഥലങ്ങളിലും പോയി സ്കൂളിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച ശേഖരം ഇവിടുത്തെ കേരള സംഗീത അക്കാദമിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിൽക്കാലത്ത് അച്ഛൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഈ സ്കൂൾ റെക്കോർഡ് അതൊന്നും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ശ്രമമോ ഒന്നും നടന്നിട്ടില്ല, പ്രിസർവ് ചെയ്തിട്ടില്ല. മുഴുവൻ നശിച്ചു പോയി മുഴുവൻ. എന്തിനാണ് അപ്പോൾ വലിയ നഷ്ടമാണ്. അതാണ് ഈ നൈരന്തര്യം എന്ന് പറയുന്നത്. തുടർച്ച എന്നൊരു സാധനമില്ല ഈ ഭരണത്തിൽ നിന്നല്ല, ഈ ഒരു കാര്യത്തിൽ സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിലൊരു തുടർച്ച ഒരിക്കലും ഉണ്ടായിട്ടില്ല. കാരണം അക്കാഡമി വരുന്നു, ആരെങ്കിലും വരുന്നു, അവരെന്തോ ചെയ്തു, അത് പിൽക്കാലത്ത് ആരും എടുത്തത് ഒന്നും ചെയ്യത്തില്ല, ചിലപ്പോൾ അത് നശിച്ചു പോകുന്നു. അപ്പോൾ ഇതിനൊരു തുടർച്ചയില്ല ഈ സൂക്ഷിക്കുന്നതിൽ. സാറ് അതുപോലെ നമ്മുടെ സാറ് കണ്ടിട്ടുള്ള നമ്മുടെ ചലച്ചിത്രങ്ങളിൽ വെച്ചിട്ട് മനസ്സിൽ തങ്ങി നിന്നിട്ടുള്ള ഒരു സംഗീത പ്രാധാന്യമുള്ള സിനിമകൾ ഏതൊക്കെയാണ് സാർ?